സാഭിമാനം സാഹിത്യനഗരം. സക്കീർ ഹുസൈന്റെ വിരലുകൾ കടപ്പുറത്തെ ഉപ്പുകാറ്റിൽ തബലയിൽ പിരുക്കുമ്പോൾ കോഴിക്കോട്ടുകാരുടെ വിരലുകൾ വിറകൊള്ളുന്നുണ്ടെങ്കിൽ ഒന്നുറപ്പ്, അവാച്യമായൊരു താളത്തിൽ കെട്ടിപ്പൂട്ടിവെച്ച സംസ്കാരമാണ് ഇവിടുത്തേത്. ത്യാഗരാജ സംഗീതോത്സവത്തിൽ പഞ്ചരത്ന കീർത്തനങ്ങൾ ആലപിക്കുമ്പോൾ കോഴിക്കോട്ടുകാരുടെ ഹൃദയം അറിയാതെ തുളുമ്പിപ്പോകുന്നുണ്ടെങ്കിൽ ഒന്നുറപ്പ്, ദേശാന്തരങ്ങൾ കടന്നു വിരുന്നുപോയ സംസ്കാരമാണ് ഇവിടുത്തേത്. മോയിൻകുട്ടി വൈദ്യരുടെ കെസ്സുപാട്ട് കേട്ട് മൈലാഞ്ചി ചുവപ്പണിയാൻ മാത്രമല്ല, കഥകളി സംഗീതം കേട്ട് തലകുലുക്കാനും മാജിക് കണ്ട് വിസ്മയം കൊള്ളാനും കൂടിയുള്ള വൈവിധ്യം. ചുമകളും ഷാമിന്ന് വാരുന്നു സൈറ, കോഴിക്കോടിന്റെ മുഖമുദ്രയാണത്. തളി ക്ഷേത്രത്തിലെ ഇടതും വലതുമുള്ള വാതിൽമാടത്തറകളിൽ വെച്ചാണ് പഴയകാലത്ത് പട്ടത്താനം നടന്നിരുന്നത്. തെക്കേ വാതിൽമാടത്തിൽ പ്രഭാകര മീമാംസയ്ക്കും വടക്ക് ഭാട്ടമീമാംസയ്ക്കും പ്രത്യേകം ശാസ്ത്രവാദങ്ങൾ നടന്നിരുന്നതായി സാമൂതിരി ചരിത്രത്തിലെ കാണാപ്പുറങ്ങൾ എന്ന പുസ്തകത്തിൽ ഡോക്ടർ NM നമ്പൂതിരി പറയുന്നുണ്ട്. അതെ, വൈജാത്യങ്ങളെ പണ്ടുമുതലേ കോഴിക്കോട് കണക്കിലെടുത്തിരുന്നു. ഓരോന്നിനെയും പരസ്പരം ബഹുമാനത്തോടെ കണ്ടിരുന്നു. രാഷ്ട്രീയക്കാർ കവിതയും നാടകവും എഴുതിയിരുന്നു. കേളപ്പജി എഴുതിയ നാടകത്തിൽ അഭിനയിച്ചതിനെപ്പറ്റി തിക്കോടിയൻ പറയുന്നുണ്ട്. പോർച്ചുഗീസ് ഭാഷയ്ക്ക് വിശ്വസാഹിത്യത്തിൽ സ്ഥാനമുണ്ടാക്കിക്കൊടുത്ത ലൂസിയാഡ് എന്ന ഗ്രന്ഥത്തിൽ കാമിയോസ് സാമൂതിരിയെക്കുറിച്ച് പറയുന്നത് കാവ്യാത്മകമായാണ്. ദുർലഭ വിഭവങ്ങൾ ചേർന്നഹോ കനകത്തിൻ വില്ലീസു നിരത്തിയ മന്ത്രശാലയിൽ ശുഭം, സൗവർണ സിംഹാസനം, സാർവഭൗമനു യോജ്യം, ഗർവി എന്നതിൽ വാണുഗംഭീരൻ നൃപശ്രേഷ്ഠൻ. 1572 എഴുതപ്പെട്ട ഈ കൃതിയിൽ കോഴിക്കോടും കോഴിക്കോടിന്റെ സാംസ്കാരിക ചരിത്രവുമുണ്ട്. സാമൂതിരിയുടെ കാലത്തിലേക്ക് തുറന്നുപിടിച്ച കണ്ണാടിയായി വേണം ലൂസിയാഡിനെ കാണാൻ. അംഭോരാശി കുടുംബിനീ തിലകമേ എന്ന് ചാലിയാറിനെ അഭിസംബോധന ചെയ്ത വെൺമണി പ്രസ്ഥാനത്തിലെ പ്രധാനിയായ ചേലമ്പറമ്പ് നമ്പൂതിരി ജീവിച്ചത് ഫറൂഖിനടുത്തുള്ള ചാലിയത്താണ്. വെൺമണി കവിതകൾ ശൃംഗാരം മാത്രമല്ല, പരിസ്ഥിതി വർണ്ണനയും നടത്തിയിട്ടുണ്ട്. ചാലിയാറും കല്ലായിപ്പുഴയും കവിതയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഒരു വിലാപമെഴുതിയ VC ബാലകൃഷ്ണ പണിക്കർ ജീവിച്ച കോട്ടയ്ക്കലിലേക്ക് ചാലിയത്തുനിന്ന് ഏറെ ദൂരമില്ലെന്നുകൂടി ഓർക്കണം. സാഭിമാനം സാഹിത്യനഗരം. ക്രിയാത്മക സഹകരണം മധുശങ്കർ മീനാക്ഷി. സാഭിമാനം സാഹിത്യനഗരം ഇനി തിങ്കളാഴ്ച രാവിലെ 7:10.